വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. നമ്മൾ രണ്ടാമത്തെ പാട്ട് കണ്ടു കാണുമായിരിക്കും, റിസ്റ്റിഷ് ഓർ ഫാളിഷ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഒരു സീരീസിലൂടെ നമ്മൾ കടന്നു പോകണേ. ഇന്നും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പറയാനായിട്ട് നോക്കാം. നമുക്ക് തുടങ്ങാം. പാർട്ട് 3ലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഷ് ഹാബ് ദൂസ്റ്റ്, ഐ ആം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജർമ്മൻ ഭാഷയിൽ ശരിയാണോ തെറ്റാണോ നോക്കാം. ഇത് ശരിയാണ്. ഇങ്ങനെ തന്നെയാണ് ജർമ്മൻ ഭാഷയിൽ പറയാ. ഇഷ് ഹാബ് ദൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് ദാഹമാണ് എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് പറയാം ജർമ്മൻ ഭാഷയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇഷ് ബിൻ സ്പാസ്, ഐ ആം ഫൺ. കാണുമ്പോൾ ഓക്കെയാണ് അല്ലെ. ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണെന്ന് അറിയാം, ശ്വാസ് എന്ന് പറഞ്ഞാൽ ഫണ്ണാണെന്ന് അറിയാം. ട്രാൻസ്ലേഷൻ ശരിയാണ്. ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. തെറ്റാണ്. ഓക്കെ, കുറെ പേര് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാ ഇഷ് ഹാബ് സ്പാസ് എന്നാണ് പറയാം. ഓക്കെ, ഇഷ് ബിൻ സ്പാസ് എന്ന് പറയുമ്പോൾ ഐഡിയലി മീൻ ഐ ആം ഫൺ. പേഴ്സണലി ഞാനൊരു ഫണ്ണാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മീനിങ് ആണ് വരിക. പക്ഷേ ഐ എം ഹാവിങ് ഫൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇഷ് ഹാബ് സ്പാസ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുക. അത് മനസ്സിൽ വെക്കുക. ഹാവനാണ് ശ്വാസിന്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ഗേറ്റ് ഇം ഷൂള്, ശരിയാവോ തെറ്റാവോ? ഹി ഗോസ് ടു സ്കൂൾ. ടു സ്കൂൾ ഇന്ന് വെക്കോ ഷൂ വെക്കോ കൺഫ്യൂഷൻ ഉണ്ട്. ശരിയോ തെറ്റോ നമുക്ക് നോക്കാം. തെറ്റാണ്. ഓക്കെ, ഇതിൻ്റെ എന്താണെന്നുള്ളത് നോക്കാം. എ ഗേറ്റ് ഇൻ എന്നാ പറയാം കേട്ടോ. ഇൻ ദി ഷൂള്. ഓക്കെ, എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കണേ. എവിടേക്കാ പോണേ? വോക്കിൻ ഇസ് ഒരു അക്യൂസേറ്റീവ് ഇതുപോലെയാണ് വരിക. എവിടേക്ക് പോകുന്നു? അപ്പോൾ എ ഗേറ്റ് ഇൻ ദി ഷൂള്. അപ്പോൾ ഇവിടെ ഇൻ ദി ഷൂള് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ സ്കൂളിലേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വി ആർ വാച്ചിങ് ടി വി, വി ആർ സേയൻ ഫേൺ. വി ആർ സേയൻ ഫേൺ ശരിയായിരിക്കുമോ? ടി വിനെ ഫോൺ എന്നാണ് പറയാ? അല്ല. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്. കാരണം എന്താ അറിയോ, ഇതൊരു സെപ്പറബിൾ വെർബാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേൻ സേ എന്ന് പറയുന്ന വെർബിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചിങ് ടി വി എന്നാണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെർബിന്റെ പ്രത്യേകത ഇതെപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ഉപയോഗിക്കുക. ഇതിന് നമ്മൾ സാധാരണ പറയും സെപ്പറബിൾ വെർബ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും ട്രെൻബാരന്റ് വെർബ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കും. എപ്പോഴും ഈ പറയുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന റൂട്ടായിട്ട് എടുക്കും. ഈ ഒരു സെക്കൻഡ് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും കോൺജുഗേറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് കണ്ടത്? വി ആർ സേയൻ ഫോൺ എന്ന് പറയുന്നത് കണ്ടത്. ഓക്കെ, നമുക്കൊന്ന് കാണിക്കാം. ഇവിടെ കണ്ടു തന്നെ. ഓക്കെ, സേയൻ ഫോൺ. ഓക്കെ, അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് എൻഡിലേക്ക് വന്നു. അത് ഈ എൻഡിൽ വന്ന് ഇതിനെ പറയുന്ന പേരാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പ്രിഫിക്സ്. അപ്പോൾ ഇങ്ങനെ കുറെ പ്രിഫിക്സുകൾ വെച്ചിട്ടൊക്കെയാണ് ട്രെൻബാരന്റ് വെർബുകൾ വരിക. ക്ലിയർ? യാ. അപ്പോൾ ഇത് ശരി ഉത്തരവാണ്. ഇനി അടുത്ത ചോദ്യം: ഇഷ് ബിൻ ലാങ് വൈലിഷ്, ഐ ആം ബോർഡ്. ശരിയാണോ തെറ്റാണോ? ഞാൻ ബോർഡാണോ എന്നല്ല, ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്നാണ്. നമുക്ക് നോക്കാം. ഈ ഒരു സെന്റൻസിന് ചെറിയൊരു തെറ്റുണ്ട്. കാരണം എനിക്ക് ബോറടിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇഷ് ബിൻ ലാങ് വൈലിഷ് എന്ന് പറയാൻ പാടില്ല. നമ്മൾ പറയേണ്ടത് മിയ ഇസ് ലാങ് വൈലിഷ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ? മിയ ഇസ് ലാങ് വൈലിഷ് എന്നാണ് നമ്മളതിനെ ഉപയോഗിക്കുക. എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയും. ഓക്കെ, ഇഷ് ബിൻ ലാങ് വൈലിഷ് എന്ന് പറഞ്ഞാൽ ഐ ആം ബോറിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? നമ്മൾ ആരും അങ്ങനെ പറയാൻ ആഗ്രഹിക്കണില്ലല്ലോ. ഓക്കെ, മിയ ഇസ് ലാങ് വൈലിഷ്, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മിയ ഇസ് ലാങ് വൈലിഷ് എന്നാണ് എപ്പോഴും പറയേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. എ ഹാർട്ട് ഹുങ്ങർ, ഹി ഈസ് ഹംഗ്രി. ഉത്തരം ശരിയാണ്. ഓക്കെ, എ ഹാർട്ട് ഹുങ്ങർ എന്ന് തന്നെയാണ് പറയാ. ഹി ഈസ് ഹംഗ്രി, അവന് വിശക്കുന്നു. ക്ലിയർ? ഇനി ദ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇസ് ഗേ ഇൻ സ്കീനോ, ഐ ആം ഗോയിങ് ടു ദ സിനിമ. ഇത് ശരിയായിരിക്കുമോ? ഗോയിങ് ടു ദ സിനിമ. നമുക്ക് നോക്കാം. ഈ ഉത്തരം ശരിയാണ്. ഇൻ ദസ്. ഇവിടെ നിങ്ങൾ ഇൻസ് എന്ന് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടോ എന്തുവാ ഇൻസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് ഇന്നിന്റെ കൂടെ ദസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുമ്പോൾ ടു ദ എന്ന് പറയുന്നതിനെ ഒരുമിച്ച് നമുക്ക് ജർമ്മനിൽ ഒറ്റ വേർഡായിട്ട് പറയാനായിട്ട് പറ്റും. അതായത് ഈ പറയുന്ന ദ കളഞ്ഞിട്ട് എസ് എന്ന് നമ്മൾ ആഡ് ചെയ്ത് ഇൻസ് എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ സിനിമ തിയേറ്ററിലേക്ക് പോകുന്നു എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പം ഇതും കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ്: സി വോണ്ട് ഇൻ ഡോയ്ച്ച്ലാൻഡ്. ഈ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിനെ ജർമ്മൻ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ഡോയ്ച്ച്ലാൻഡ്. ഓക്കെ, ജർമ്മനി എന്ന് പറയും. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഷീ ലീവ്സ് ഇൻ ജർമ്മനി. ഇൻ പറയാലോ, ശരിയല്ലേ? പക്ഷേ ഇവിടെ എന്താണ് തെറ്റ് നമുക്ക് നോക്കാം.
ശരിയാണോ തെറ്റാണോ? യാ, തെറ്റാണ്. കാരണം എന്താ അറിയോ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്നിന്റെ കൂടെ നമ്മൾ നേരത്തെ അവിടെ കണ്ടപ്പം ഇന്നിന്റെ കൂടെ ഇം എന്നാണ് നമ്മൾ കണ്ടത്. ക്ലിയർ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ചേർത്തു എന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസ് ചേർക്കാറില്ല. ഇന്ത്യൻ എന്നാണ് ഇന്ത്യയെ പറയാം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രീനെ ജർമ്മനിലെ ഇന്ത്യൻ എന്ന് പറയും. അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. അപ്പൊ കുറെ രാജ്യങ്ങളുടെ മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് ഡോയ്ച്ച്ലാൻഡ് അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ തെറ്റിയതും. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സി വോണ്ട് ഇൻ ഡോയ്ച്ച്ലാൻഡ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും? ഇഷ് വോനെ ഇൻ ഇന്ത്യൻ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന പ്രിപ്പോസിഷൻ്റെ ഒരു തെറ്റ് നമ്മളവിടെ ശരിയാക്കി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കി തെറ്റായി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻസിൻ്റെ ആൻസേഴ്സ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ചൂസ്.